റിയൽറ്റർ ഏജൻസ് ആണ് ആർട്ടൂസിൽ നിന്ന്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ലീസിനെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ. കഴിഞ്ഞ ഒരു മാസം മുന്നേ ഞങ്ങൾക്കൊരു ക്ലയൻറ്റ് വന്നിരുന്നു, മുംബൈയിൽ നിന്നാണ്. അവർ പറഞ്ഞത് ഇവിടെ വന്ന് താമസിക്കുന്നു, ഒരു 4-സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു. ഫ്ലാറ്റെല്ലാം കണ്ടതിന് ശേഷം എനിക്ക് ഒരു മീറ്റിംഗ് അവർ അറേഞ്ച് ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം പറയുന്നു, അവർ നോട്ട് ചെയ്തെടുക്കുന്നു, ഓണറിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നു, ഓണറായിട്ട് പരിചയപ്പെടുന്നു. ഇവർ ഫ്ലാറ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ അഡ്വാൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഇവരെന്നോട് പറഞ്ഞു അഡ്വാൻസ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഈ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ സ്ലിപ്പ് എനിക്ക് അയച്ചു തരുന്നു. പക്ഷേ കസ്റ്റമർക്ക് ഇതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് അതൊരു പൈസയും വന്നില്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരായിട്ട് വിളിച്ചാൽ കിട്ടുന്നുമില്ല. ഇത് കുറേ കാലമായിട്ട് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും വന്ന് ഫ്ലാറ്റ് കാണും, പർച്ചേസ് ചെയ്യാനുള്ള ഫ്ലാറ്റുകൾ അവർ കാണും, വരുന്നത് നല്ല ലക്ഷറി കാറുകളോ ആയിരിക്കും. പിന്നെ ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവർ വേറെ ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്യും, എന്നിട്ട് പല രീതിയിലുള്ള പ്രോപ്പർട്ടികൾ അന്വേഷിക്കും, വീണ്ടും ഇത് ആവർത്തിക്കുകയും ചെയ്യും. എന്നിട്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. അവർ പ്രൊഫൈലൊക്കെ പറയുന്ന വലിയ ഹൈ പ്രൊഫൈലൊക്കെ ആയിരിക്കും, വിസിറ്റിംഗ് കാർഡൊക്കെ കൊണ്ടുതരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരടുത്തെറിഞ്ഞ് ഇവരെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ റിയൽറ്ററിനെ ഏൽപ്പിച്ചാൽ മതി, അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും. അപ്പോൾ ഞങ്ങളിത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഇയാൾക്ക് പ്രോപ്പർട്ടി വേണ്ട ആളല്ല, വേറെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു റിയൽറ്ററെ നിങ്ങൾ സമീപിക്കുക ഏറ്റവും നല്ലതാണ്. ഇതുപോലുള്ള ഉപകാരപ്രദമുള്ള വീഡിയോകൾക്ക് ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.